എല്ലാ സമയത്തും സുന്നത്തുള്ള കാര്യവും ഈ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നതുമാണ്. റമദാനിൽ എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലം എത്രയോ കൂടുതൽ ഇരട്ടിക്കുന്നുണ്ട്. സുന്നത്തുകൾക്ക് ഫർളിന്റെ പ്രതിഫലമുണ്ട്, ഫർളിന് എത്രയോ ഇരട്ടി കിട്ടുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് റമദാനിലെ ഓരോ ദിവസവും ഓരോ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം സമ്പാദിക്കാൻ സുബ്ഹി നിസ്കരിച്ച ഉടനെ കിടന്നുറങ്ങാതെ സൂര്യൻ ഉദിച്ചു ഉയരുന്നത് വരെ നമ്മൾ ദിക്റിൽ മുഴുകുക. പരിശുദ്ധ ഖുർആൻ ഓതുന്നതും ദിക്റിൽപ്പെട്ടതാണ്. ഇനി ആ സമയത്ത് തന്നെ പ്രത്യേകം സുന്നത്തുള്ള ധാരാളം ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ കൊണ്ടുവരും. ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 100 ദിക്റാണ്. വലിയ മുതലാളിമാർ വലിയ സമ്പത്ത് സദഖ ചെയ്ത് നേടുന്ന പ്രതിഫലം അതുകൊണ്ട് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ ദിക്ർ ഒരു ദിവസം ഓരോ നിസ്കാരത്തിന് ശേഷം മുടങ്ങാതെ നമ്മൾ ചൊല്ലിയാൽ 500 ദിക്ർ നമ്മൾ അറിയാതെ ചൊല്ലിയിട്ട് ആകെ അതിന് വേണ്ടത് ഒരു 2 മിനിറ്റാണ്. അങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ 5000 പ്രതിഫലം നമ്മളുടെ ഏടുകളിലേക്ക് അല്ലാഹു തആല നൽകും. അപ്പോൾ അത് നമ്മൾ കൃത്യമായി നിർവഹിക്കുക. മറ്റ് നിസ്കാരശേഷം എന്ന് പറയുന്നത് ദുബറ കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ, ഫർദാക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ ഉടനെയും ജൗഫ് ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തിലും പ്രത്യേകം ദുആക്കുത്തരമുള്ള സമയമാണ്. അങ്ങനെ ദിക്റും ദുആയും നമ്മൾ നടത്തണം. നമ്മുടെ രാത്രി സമയത്ത് നമ്മൾ ഉറക്ക് തെളിയുമ്പോൾ, ആ സമയത്ത് ഉറക്ക് തെളിയുമ്പോഴെല്ലാം വളരെ പ്രധാനപ്പെട്ട ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറക്ക് തെളിയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദിക്റുകളാണ്. അത് ഉറക്കിൽ നമ്മൾ ഉറക്ക് തെളിഞ്ഞ് അപ്പുറം ഇപ്പുറമൊക്കെ തിരിഞ്ഞു കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തടക്കം ഈ ദിക്ർ ഒരുത്തൻ രാത്രി ഉറക്ക് തെളിയുമ്പോൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഈ ദിക്ർ ചൊല്ലിയിട്ട്. ഇതിപ്പോൾ കർണൂടാത്ത ഒറ്റ ദിക്റുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ദിക്ർ നമുക്കറിയാം, സുബ്ഹാനല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹ് നമുക്കറിയാം, രണ്ടാമത് സുബ്ഹാനല്ലാഹ് നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കറിയാം, അല്ലാഹു അക്ബർ അറിയാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമുക്കറിയാം. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് മാപ്പ് തരണേ എന്നുള്ളതിനോട് അപേക്ഷിച്ചാൽ ഔ ദഅ, അല്ലെങ്കിൽ അവൻ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും ഉസ്തുജീബ ലഹു, അവൻ ഉത്തരം ചെയ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി ഫൈൻ തവല്ലാഹു വസല്ലാ ഖബിലത്തു സലാത്തുഹു, അവൻ ഒന്നുകൊടുത്ത് നിസ്കരിക്കുകയും കൂടി ചെയ്താൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടും എന്ന് പറയാം. അള്ളാഹു തആല ഒരു അമല് സ്വീകരിച്ച് കിട്ടിയാൽ എന്തായാലും സ്വർഗത്തിൽ പോകും. കാരണം ആ അമലിന് അള്ളാഹു തആല പ്രതിഫലം കൊടുക്കണമെങ്കിൽ അവനെ സ്വർഗത്തിൽ കടത്തേണ്ടി വരും. അപ്പോൾ സ്വീകരിച്ച് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓഫർ പറയണം. ഇതുപോലെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ നിർവഹിക്കുന്ന നീണ്ട ഒരു ദുആ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനപ്പാടുണ്ടാവില്ല. അറിയുന്ന ആളുകളോട് എഴുതി വാങ്ങി അല്ലാഹുമ്മ ലക്കൽ ഹംദ് അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന എന്ന് പറയുന്ന നീണ്ട ദുആ സഹീഹ് ബുഖാരിയിലുണ്ട്. അത് നമുക്ക് പഠിക്കാവുന്നതും ചെല്ലാവുന്നതുമാണ്. ഇനി മറ്റൊന്ന്, നമ്മൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ആ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷവും ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് യുഹ്യി വയുമീതു എന്ന് പറഞ്ഞിരുന്നില്ല, ഇവിടെ യുഹ്യി വയുമീതു എന്നുണ്ട്. 10 പ്രാവശ്യം അങ്ങനെ ചൊല്ലിയാൽ അവന് കുതിബ ലഹു അശ്റു ഹസനാത്തിൻ, 10 നന്മ അവന് രേഖപ്പെടുത്തും. വമുഹിയ അൻഹു അശ്റു സയ്യാത്തിൻ, 10 പാപങ്ങൾ അവൻ്റെ ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെടും. വറുഫിഅ ലഹു അശ്റു ദറജാത്തിൻ, 10 പദവികൾ അവന് ഉയർത്തപ്പെടും. വകാന യൗമഹു ദാലിക ഫീ ഹിർസിൻ മിൻ കുല്ലി മക്റൂഹിൻ, മനസ്സ് വെറുക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും ആ ദിവസം അവന് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. വഹിർസും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് അവന് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അവന് പാപങ്ങളിൽ നിന്നെല്ലാം അവന് മോചനം ലഭിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടുകൂടി തന്നെ മഗ്രിബിൻ്റെയും സുബ്ഹിൻ്റെയും ഉടനെ കാല് നീക്കി വെക്കുന്നതിന് മുമ്പ് എന്നാണ് ഹദീസിലുള്ളത്. ഈ ദിക്റും അതിൻ്റെ കൂടെ അല്ലാഹുമ്മ അദിർനി മിനന്നാർ 7 പ്രാവശ്യം അങ്ങനെ ചൊല്ലിയാൽ നബി തങ്ങൾ പറയാണ് കുതിബ ലക ജിവാറും മിൻഹാ, അത് ചൊല്ലിയ രാത്രിയിൽ മഗ്രിബിന് ചൊല്ലിയിട്ട് രാത്രി മരിച്ചുപോയാൽ നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കും. രാവിലെ സുബ്ഹിക്ക് ചൊല്ലിയിട്ട്
അന്ന് മരിച്ചുപോയാൽ നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കും. ഇത് നമ്മൾ പതിവാക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിലൊന്നാണ് നമുക്ക് ഇക്കൊല്ലത്തെ റമദാൻ എങ്ങനെ കഴിഞ്ഞു കിട്ടും, സമയം എങ്ങനെ നീങ്ങി കിട്ടും എന്ന് ചിന്തിക്കുന്ന വളരെ ദുർബലമായ മനസ്സുള്ള ചിലരുണ്ട്. ഒരിക്കലും നമുക്ക് സമയം മതിയാവില്ല. നമ്മൾ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ നമ്മുടെ മനസ്സിന് ഹരം പിടിച്ചാൽ നമുക്ക് ഒരു നിലക്കും സമയം മതിയാവില്ല. അതിന് മാത്രം ഇബാദത്തെടുക്കാൻ നമുക്കുണ്ട്. അത് എല്ലാ ദിവസവും റമദാൻ അല്ലാത്തപ്പോഴും ചെയ്യേണ്ട ഇബാദത്തുകളാണിത്. നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ദുനിയാവിൻ്റെ ഓട്ടത്തിലാണ്. ഇപ്പം നമുക്ക് അല്പം സമയം കിട്ടിയ ഒരു രംഗമാണ്. ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിലൊരു ദിക്ർ 100 പ്രാവശ്യം ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം. അതിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ അതോ അതിലധികമോ കൊണ്ടുവന്നവനല്ലാതെ അവനോട് തുല്യമായി മറ്റൊരാളും വരില്ല എന്ന് പറഞ്ഞത്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി 100. മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു അവനെ സ്തുതിക്കുന്നതോടുകൂടി എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നമുക്കെല്ലാം അറിയാം. ആ ഒരു അർത്ഥം ചിന്തിച്ചുകൂടി ചെല്ലുമ്പോൾ അതിൻ്റെ മാറ്റ് വളരെ വർദ്ധിക്കും. മറ്റൊന്നാണ്, ഇതിനെ സംബന്ധിച്ച് തന്നെ, ഈ ദിക്റിനെ സംബന്ധിച്ച് തന്നെ 1,00,000 നന്മ അവന് രേഖപ്പെടുത്തുമെന്നും, അതുപോലെ അവന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 1,24,000 നന്മ അവന് രേഖപ്പെടുത്തുമെന്ന് ഒരു റിപ്പോർട്ടിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഇനി മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ദിക്റിൽ മുഴുകണമെന്നത്. ഖുർആനിൽ തന്നെ ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അള്ളാഹു നിങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ തസ്ബീഹ് നിർവഹിക്കുക. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ്, രാത്രിയുടെ യാമങ്ങളിലും നിങ്ങൾ തസ്ബീഹ് നിർവഹിക്കുക. വഅത്റാഫൻ നഹാർ, പകലിൻ്റെ അവസരങ്ങൾ സമയങ്ങളിൽ തെല്ലുകളിലും നിങ്ങൾ തസ്ബീഹ് നിർവഹിക്കുക. ലഅല്ലക തർളാ, അല്ലാഹു തആല അവൻ്റെ തൃപ്തി ലഭിക്കുകയും ഓ നബിയെ തങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുകയും ചെയ്യുമെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയാം. അപ്പോൾ തസ്ബീഹ് നമുക്ക് എത്ര ചെല്ലാൻ കഴിയും? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, ഖുർആനിൽ എത്ര സ്ഥലത്താണ് തസ്ബീഹ് ചെല്ലാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്? ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ് വസ്തഗ്ഫിർ ലിദംബിക വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശീ വൽ ഇബ്കാർ. രാവിലെയും വൈകുന്നേരവും ഹംദോടുകൂടെ നിങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലണം. അതുപോലെ പാപമോചനം നടത്തണം, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ചൊല്ലണം. ഖുർആനാണ്. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ച ഈ ദിക്ർ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി ഹദീസിൽ വന്നതുപോലെ നമ്മൾ ചൊല്ലാം. മറ്റൊന്ന് അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. 4 വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ. അതേതാണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ, അത് ഏത് ഭാഗം ആരംഭിച്ചാലും കുഴപ്പമില്ല എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ ചൊല്ലിയാൽ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ചതിനാൽ ഉള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതനുസരിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ നമുക്ക് രാവിലെയും വൈകുന്നേരം ചൊല്ലാനുള്ളതാണ്. ഇതൊക്കെ എല്ലാ ദിവസവും സുന്നത്തുള്ളതാണ് പറയുന്നത്, റമദാനിൽ മാത്രമല്ല. ഇപ്പോൾ റമദാനിൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ്? ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, അതുപോലെ 100 നന്മകൾ രേഖപ്പെടുത്തുന്നു, 100 തിന്മകൾ ഏടുകളിൽ മാക്കപ്പെടുന്നു,
വകാനത് ലഹു ഹിർസം മിന ശൈത്താൻ, പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു ആ ദിവസം മുഴുവനും, വൈകുന്നേരം വരെ രാവിലെ ചെയ്താൽ. അവനേക്കാൾ വലിയ ഒരു കാര്യവും കൊണ്ട് അവൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്തവനല്ലാതെ ഉണ്ടാവില്ല എന്നും കൂടി ഹദീസിലുണ്ട്. ബുഖാരിയിലെ 3050 ഹദീസാണ്. ഏതാണ് ആ ദിക്ർ? നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ 100 മറ. ഒരു ദിവസം 100 പ്രാവശ്യം. അപ്പോൾ ഒരു ദിവസം 100 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. ഒരു അടിമയെ മോചിപ്പിക്കാൻ നമ്മൾ കഴിയാവുന്ന ആളുകൾ വിചാരിച്ച കഴിയാത്തൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത്. സഹാബത്തിന്റെ കാലത്തൊക്കെ അവർ വലിയ പ്രതിഫലം വാങ്ങിയ ഒരു വലിയ കർമ്മമാണ് അടിമയെ മോചിപ്പിക്കുക. 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണ്. 100 പ്രാവശ്യം ഇതൊന്ന് ചൊല്ലിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഈ പറഞ്ഞ ദിക്റുകളും അതോടുകൂടി ഹദീസിൽ വന്ന മറ്റ് ദിക്റുകളും നമ്മൾ ചൊല്ലിയാൽ നമുക്ക് സുബഹിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ ചൊല്ലാൻ അത് തന്നെ ധാരാളം ഉണ്ടാകും. അത് ചൊല്ലാൻ ആ സമയം നമുക്ക് വേണ്ടി വരും. ഇനി ഞാൻ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നല്ല മഴയും ഇരുട്ടുമുള്ള ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞ് നബിതങ്ങളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയൂന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈറുല്ലാഹിന് പറയാം. പിന്നെ അവർ പറയൂന്ന്, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ 2-3 തവണ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തെന്നാ പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം നീ ഓതിക്കോ. തക്ഫീക മിൻ കുല്ലി ഷൈഇ, സർവ്വ വിഷയത്തിൽ നിന്നും നിനക്ക് കാവലാണ്. അപ്പോൾ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. രാവിലെയും വൈകുന്നേരം പ്രത്യേകം ഓതാനുള്ള. മറ്റൊന്ന് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അത് ഖുർആനിലെ ആയത്താണ്. അതും രാവിലെ ഓതുന്നതിൽ വലിയ പുണ്യം പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത്, ഈ ദിക്റുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ 100 ദിക്റുകളടക്കം എല്ലാം സമാഹരിച്ച ഒരു ദിക്റിന്റെ സമാഹാരമാണ് ബഹുമാനപ്പെട്ട ഖുതുബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ വിർദുൽ ലത്തീഫ്. ആ വിർദുൽ ലത്തീഫിലുള്ള ദിക്റുകൾ മുഴുവനും ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വളരെയേറെ പുണ്യമുള്ള റിപ്പോർട്ടുകളാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സുന്നിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തിൽ ഞങ്ങളെ പറഞ്ഞയച്ചു. രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലണമെന്ന്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ആയത്ത് ഓതണമെന്ന് ഞങ്ങളത് ഓതി ഫഗനിംന വസലിംന, ഞങ്ങൾ ആ സൈന്യത്തിൽ വിജയത്തോടുകൂടെ ധാരാളം ഗനീമത്തുകളുമായി തിരിച്ചു വന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതുപോലെ അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ എന്ന സൂറത്തുൽ മുഅ്മിനൂനിൽ 115 മുതൽ 117 വരെയുള്ള ആയത്ത്, അത് ഓതുന്നത് പ്രത്യേകം പുണ്യമുള്ളതാണ്. അതിന് വലിയ മഹത്വമുള്ളതാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന് രാത്രിയിൽ ഒരു ഭയം. അത് കാരണത്താൽ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വരെ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അതിന് പരിഹാരമായിട്ട് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ. അത് ചൊല്ലിയ ഖാലിദ് ഇബ്നു വലീദ് അടുത്ത ദിവസം തന്നെ വന്നിട്ട്, നബിയെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, ഇനി ഒരു സിംഹത്തിന്റെ നരിയുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നതിന് പോലും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കി പറയാം. മറ്റൊന്നാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാത്ത ഒരാളെ ചവിട്ടിൽ അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസ എന്നത് ഓതി അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഒരു പർവ്വതത്തിന്റെ അടുക്കൽ അത് ഓതിയാൽ പർവ്വതം വരെ നീങ്ങിപ്പോകും, അത്ര ശക്തിയുള്ളതാണ്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, ആ ആയത്ത് സൂറത്തു റൂമിലെ 17-18 ആയത്തുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് നഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കുന്നതാണ്. മറ്റൊന്നാണ് അഊദു ബില്ലാഹി സമീഉൽ അലീം എന്ന് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ആയത്തുകൾ, അതായത് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ
എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അതിൻ്റെ തീർന്നത് വരെ. അങ്ങനെ ചൊല്ലുന്നവർക്ക് 70,000 മലക്കുകളെ അല്ലാഹു തആല അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഏൽപ്പിക്കുമെന്ന് ഹദീസിലുണ്ട്. അന്നവൻ മരിച്ചാൽ മാത്രം ഷഹീദായി മരിച്ചവനാണെന്നുണ്ട്. വൈകുന്നേരം ചൊല്ലിയാൽ രാത്രിയും മരിക്കുന്നവൻ അതേ സ്ഥാനം കിട്ടുമെന്നും ഹദീസിലുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് തേള് കുത്തിയതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് ചൊല്ലിയിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും സംഭവിക്കുകയില്ലായിരുന്നു, ഒന്നും നിന്നെ ബുദ്ധിമുട്ടിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം പ്രത്യേകം സുന്നത്താണ്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അത് 3 പ്രാവശ്യം ചൊല്ലിയാൽ ഒരു വസ്തുവും ഒരു പെട്ടെന്നുള്ള മുസീബത്തും അവന് സംഭവിക്കുകയില്ല എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പറഞ്ഞാൽ തീരാത്തതുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനിയും ഒരുപാട് പറയാനുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നീയാണ് എന്നെ പടച്ചത്, നീ എൻ്റെ അടിമയാണ്, ഞാൻ എൻ്റെ വാഗ്ദത്തത്തിലാണ്, കരാറിലാണ്, എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്ത എല്ലാ ഷർറിലും ഞാൻ കാവൽ ചോദിക്കുന്നു, നിന്റെ നിഅമത്ത് കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ പാപവും ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് പുറത്തു തരണേ, നീ അല്ലാതെ പൊറുക്കുന്നവനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിക്കും ഉറപ്പിച്ചൊരാൾ ചൊല്ലിയിട്ട് അന്ന് മരണപ്പെട്ടു പോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, രാവിലെ ചൊല്ലി വൈകുന്നേരം ആലത്ത് മരിച്ചാലും സ്വർഗ്ഗക്കാരനാണ് എന്ന് നബി തങ്ങൾ പറയാൻ ബുഖാരിയിലെ ഹദീസാണ്. വൈകുന്നേരം ചൊല്ലിയിട്ട് രാത്രി മരിച്ചാലും അവൻ സ്വർഗ്ഗക്കാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അതുപോലെ അബൂദർദാ റളിയല്ലാഹു അൻഹു സമീപത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് കത്തിപ്പോയി. മഹാനവരോട് കത്തിയിട്ടില്ല. കാരണം അങ്ങനെ അള്ളാഹ് ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ദിക്ർ പഠിപ്പിക്കാൻ ഞാൻ രാവിലെ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അളീം മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഇതാണ് ദിക്ർ. ഇങ്ങനെയുള്ള ദിക്റുകൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ കടത്തിൽ മുങ്ങി ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്താണ്, എല്ലാ കടവും നീങ്ങും, നിന്റെ ടെൻഷനും നീങ്ങും, രാവിലെയും വൈകുന്നേരവും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഞാനത് ചെയ്തപ്പോൾ എൻ്റെ കടവും വീട്, എൻ്റെ ടെൻഷനും നീങ്ങി എന്ന് ഹദീസിൽ ഒമാട്ട് അബൂ സഈദ് ഖുദുല്ലാഹി പറയുന്നുണ്ട്. ഈ ദിക്റുകളെല്ലാം സമാഹരിച്ച, ഇതുപോലെ ഇനിയും ഒരുപാട് ദിക്റുകളുണ്ട്, സമാഹരിച്ച ഒന്നാണ് അബ്ദുല്ലാഹിൽ ഹദാറുല്ലാഹുവിൻ്റെ വിർദുൽ ലത്തീഫ്. അത് നിങ്ങളും ഞാനും രാവിലെയും വൈകുന്നേരം ഈ റമദാനിലൊന്ന് പതിവാക്കിയാൽ റമദാൻ കഴിയുമ്പോഴേക്ക് നമുക്ക് മനപ്പാടാം. പിന്നെ നമുക്ക് നടത്തത്തിലും പോക്കലും വരവിലൊക്കെ നമുക്ക് ചെല്ലാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല സമയമാണ് സുബഹിൻ്റെ ശേഷം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പോൾ കഴിഞ്ഞില്ലേ മറ്റൊരു സമയത്ത് ചെല്ലാം, ഏറ്റവും നല്ലത്. അതുപോലെ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് ഏറ്റവും ദുആ-ഇജാബത്തുള്ള സമയമാണ്, നോമ്പ് തുറക്കുന്നതിന് മുമ്പ്. ഇത് ഖുർആനിൽ ദിക്ർ ചൊല്ലാൻ, തസ്ബീഹ് ചൊല്ലാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സമയമാണ്. ഇത് നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പരിശുദ്ധ റമദാനിൽ ഒരുപാട് കാര്യം ചെയ്ത ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് തരും എന്ന് നാം മനസ്സിലാക്കണം.